കഴിഞ്ഞ തവണ നമ്മളൊരു ഓട്ടോ ഫിൽട്ടർ ബോട്ട് നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഒരു ഗ്രൂപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ ഫിൽട്ടർ ബോട്ട് മാത്രം പോരല്ലോ, നല്ലൊരു ഫിൽട്ടർ ബോട്ടും വേണം. അതായത് ഇപ്പോൾ കിട്ടുന്ന എല്ലാ തരം ഫീച്ചേഴ്സും അടങ്ങുന്ന പുതിയ ഒരു ഫിൽട്ടർ ബോട്ടും. അപ്പോൾ അതെങ്ങനെയാണ്? വളരെ സിമ്പിൾ അല്ലേ? നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു ഫിൽട്ടർ ബോട്ടാണിത്. ഈ ഒരു വീഡിയോ നേരത്തെ ഇൻഫോട്ടൽ ചാനലിൽ ചെയ്തതാണ്. പക്ഷേ ആ ഒരു വീഡിയോയിൽ നിന്ന് ഇപ്പോൾ മാംഗോ DB സൈറ്റിന് കുറച്ച് അപ്ഡേറ്റുകൾ വന്നു. അതുപോലെ തന്നെ അത് ഡെസ്ക്ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ യൂസേഴ്സിന് കുറച്ച് പാടാണ്. പക്ഷേ ഈ വീഡിയോ ലാപ്ടോപ്പ് യൂസേഴ്സിനായാലും മൊബൈൽ യൂസേഴ്സിനായാലും കാണാവുന്നതാണ്. എല്ലാം സിമ്പിളാണ്. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പിൽ തന്നെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. മൊബൈലിലാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമുക്ക് നേരെ ആ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോ സ്പ്ലിറ്റ് സ്ക്രീൻ ഇട്ടതിന് ശേഷം ക്രോമിലേക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എടുക്കുക. അതിനുശേഷം റിപ്പോസിറ്ററി ലിങ്ക് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഉള്ള ആ ഒരു ലിങ്കിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഓപ്പൺ ഇൻ എ ന്യൂ ടാബിനെ ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജിൻഹബിലേക്ക് ആ ഒരു റിപ്പോ ലിങ്ക് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ആ ഒരു റിപ്പോ ഒന്ന് സ്റ്റാർ ചെയ്യാം. സ്റ്റാർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ട്രോജൻ ഹെക്സ് എന്ന് പറയുന്ന അവരെ പോയി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഭാഗം ഒന്ന് എനേബിൾ ആക്കി ഇടുക. നിങ്ങൾ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം ഇവിടെ ഫോർക്ക് എന്നുള്ള ആ ഒരു ലിങ്കിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേരിലേക്ക് ആ ഒരു ലിങ്ക് കോപ്പി ആയിട്ട് വരുന്നതായിരിക്കും ഈ റിപ്പോ എന്ന് പറയുന്നത്. അതിനുശേഷം താഴോട്ട് വന്നതിന് ശേഷം ഈ ഒരു വയലറ്റ് കളർ കൊടുത്തിരിക്കുന്ന ഡിപ്ലോയ് ടു ഹെറോക്കു എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഓപ്പൺ ഇൻ എ ന്യൂ ടാബ് ഇൻ എ ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഹെറോക്കു എന്ന് പറഞ്ഞ ആ ഒരു സൈറ്റിലേക്ക് നമ്മൾ ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഹെറോക്കുവിലേക്ക് കയറുന്നതെങ്കിൽ അതിലേക്ക് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ട് വരും. സൈൻ ഇൻ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു പേജിലേക്ക് ലഭിക്കും. അവിടെ ആദ്യം ചെയ്യേണ്ടത് ആപ്പിൻ്റെ നെയിം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ ഓക്കെ, ആദ്യം ക്യാപിറ്റൽ ലെറ്റർ ഒന്നും പറ്റത്തില്ല, അതുപോലെ തന്നെ സ്പേസ് ഇടാൻ പറ്റത്തില്ല, അങ്ങനെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ റൂബി ഫിൽട്ടർ ബോട്ട് എന്ന് കൊടുത്തു. അപ്പോൾ ഇത് നോട്ട് അവൈലബിൾ ആണ്, കാരണം ഇത് ഇങ്ങനൊരു ബോട്ട് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ റൂബി ഫിൽട്ടർ ബോട്ട് V2 എന്ന് സ്പേസ് ഇടാൻ പറ്റത്തില്ല. ഓക്കെ, ആ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. റൂബി ഫിൽട്ടർ ബോട്ട് V2 എന്ന് കൊടുത്തു. അത് അവൈലബിൾ ആണ്. അതായത് ആ പേരിൽ വേറെ ആരും ബോട്ട് ഉണ്ടാക്കിയിട്ടില്ല. അതാണ് പച്ച കളറാണോ എന്ന് ഉറപ്പ് വരുത്തുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനുശേഷം താഴോട്ട് വരിക. ആദ്യം ചെയ്യേണ്ടത് API ഹാഷും API IDയും എടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബോട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ബോട്ടുകൾ ചിലപ്പോൾ സ്റ്റോപ്പായി പോകും, ഡൈനോ തീരും, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ തവണ കാണിക്കുന്ന വെബ്സൈറ്റിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഇവിടെ API ഹാഷ് ആൻഡ് API ID എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഇവിടെ താഴെ telegram.org എന്ന് പറഞ്ഞൊരു ലിങ്കുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു സൈറ്റ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗമായിരിക്കും ലഭിക്കുക. അപ്പോൾ നമ്മുടെ ഏത് നമ്പർ വെച്ചാണ് നമ്മൾ ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു നമ്പർ കൺട്രി കോഡ് അടക്കം ടെലഗ്രാമിൽ നിന്നും കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ യുവർ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ ഭാഗത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം അമർത്തുക. അപ്പോൾ ഇവിടെ കൺഫർമേഷൻ കോഡ് ചോദിക്കും. അത് നമ്മൾ ടെലഗ്രാമിൽ പോയതിന് ശേഷം ഇപ്പോൾ ടെലഗ്രാമിൽ നമുക്കൊരു കോഡ് വന്നിട്ടുണ്ടാകും. ആ ഒരു കോഡ് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ആ ഒരു കോഡ് ഫുള്ളായിട്ട് കോപ്പി ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം തിരിച്ച് ക്രോമിൽ വന്നതിന് ശേഷം കൺഫർമേഷൻ കോഡ് എന്ന് പറയുന്നിടത്ത് ഈ ഒരു കോഡ് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സൈൻ ഇൻ എന്ന് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സൈറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഇവിടെ കുറേ ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് പറയും. അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് വരും. ഇവിടെ API ഡെവലപ്മെൻറ്റ് ടൂൾസ്, അതായത് ഈ മൂന്നെണ്ണത്തിലെ ഏറ്റവും ആദ്യത്തെ ലിങ്കിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ API IDയും അതുപോലെ തന്നെ API ഹാഷും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ API ഹാഷ് കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ ഹെറോക്കുവിൽ തിരിച്ചു വന്നതിന് ശേഷം API ഹാഷ് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം തിരിച്ചു പോയതിനു ശേഷം API ID കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം API ID പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 2 സെക്ഷൻ കഴിഞ്ഞു. ഇനിയാണ് ID എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാമിലേക്ക് പോയതിനു ശേഷം റോസ് ബോട്ട് ഓപ്പൺ ആക്കുക. നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പ് മാനേജർ ബോട്ട് വേണമെങ്കിലും എടുക്കാം. എന്നാലും റോസ് ബോട്ട് എടുത്തതിന് ശേഷം ഇവിടെ /ID എന്ന് കൊടുക്കാം. ID എന്ന് പറയുമ്പോൾ ഇവിടെ ചാറ്റ് ID എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ IDയും കാണിക്കും. പക്ഷേ നിങ്ങളുടെ ചാറ്റ് ID മാത്രമേ എടുക്കാവുള്ളൂ. ആ ഒരു ID കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം തിരിച്ച് ഇവിടെ വന്നതിന് ശേഷം ID എന്ന് പറയുന്ന ഭാഗത്ത് ആ ഒരു നമ്പർ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴത്തെ ഒന്നും എഡിറ്റ് ചെയ്യേണ്ട. അടുത്താണ് ഡേറ്റാബേസ് URL എന്ന് പറയുന്നത്. അതിന് വേണ്ടി നമ്മളിവിടെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ പോയതിന് ശേഷം ഇവിടെ മാംഗോ DB എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്കിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കി എടുക്കാം.
ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് വരും. ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ മാംഗോ DB എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഏറ്റവും ഇങ്ങേയറ്റത്തൊരു ആരോ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ആരോ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സൈൻ ഇൻ എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം ലോഗിൻ വിത്ത് ഗൂഗിളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ ഒന്ന് ബ്ലൂ കളർ ആവണം. അത് ബ്ലൂ കളറായി കഴിയുമ്പോഴാണ് നമ്മൾ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ ഇതിനകത്ത് ലോഗിൻ ചെയ്തിരുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു മെയിൻ പേജിലേക്ക് കയറി വന്നു. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ ലോഗിൻ വിത്ത് ഗൂഗിൾ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ നേരിട്ട് നമ്മുടെ ആ ഒരു സെക്ഷനിലേക്ക് വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയല്ല ലഭിച്ചതെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ഇങ്ങേറ്റത്തെ ഭാഗം സെലക്ട് ചെയ്ത് ന്യൂ പ്രൊജക്റ്റ് എന്ന് കൊടുത്താലും മതി. ഇവിടെ ഇപ്പോൾ ഞാനൊന്ന് സെലക്ട് ഇവിടെ ന്യൂ പ്രൊജക്റ്റ് എന്ന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഈ ഏറ്റവും ഇങ്ങേറ്റത്തുള്ള ആ ഒരു മാംഗോ DBയുടെ ആ ഒരു പച്ച ഇലയിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഹോം പേജിലേക്ക് വരും. അതിനുശേഷം നിങ്ങളിവിടെ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം അവിടെ ന്യൂ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈറ്റ് നിങ്ങളെന്തൊരു ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറ്റിയിടുക. അതായിരിക്കും കൂടുതൽ എളുപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ന്യൂ പ്രൊജക്റ്റ് അതൊന്ന് ലോഡായി വന്നോട്ടെ. അതിനുശേഷം ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ നെയിം അവിടെ കൊടുക്കുക. ഞാനിവിടെ മുമ്പേ കൊടുത്ത പോലെ തന്നെ റൂബി നിങ്ങൾക്കിവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കുക. അങ്ങനെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഞാനിവിടെ റൂബി ഫിൽട്ടർ ബോട്ട് V2 എന്ന് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വരുന്ന പേജിൽ ജസ്റ്റ് ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് മാത്രം കൊടുക്കുക. വേറൊന്നും ചെയ്യേണ്ടതില്ല. ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ പണ്ട് ക്ലസ്റ്റർ ആയിരുന്നു, ഇപ്പോൾ ഡേറ്റാബേസ് ആക്കി മാറ്റിയിരിക്കുന്ന ഡേറ്റാബേസ് ഡിപ്ലോയ് ചെയ്യാനുള്ളൊരു ഭാഗം വരും. അവിടെ ബിൽഡ് എ ഡേറ്റാബേസ് എന്നുള്ള ആ ഒരു ഭാഗം സെലക്ട് ചെയ്യാം. അവിടെ ഏറ്റവും ഇങ്ങേയറ്റത്ത് ഫ്രീ എന്ന് പറയുന്ന ഭാഗത്തും ക്രിയേറ്റ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ പുതിയൊരു ഭാഗമൊക്കെ ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഏറ്റവും താഴെ ഏറ്റവും ഇങ്ങേയറ്റത്ത് ക്രിയേറ്റ് ക്ലസ്റ്റർ എന്നുള്ള ഭാഗമുണ്ടാകും. അവിടെ ക്രിയേറ്റ് ക്ലസ്റ്റർ എന്ന് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. വി ആർ ഡിപ്ലോയിങ് യുവർ ചേഞ്ചസ് എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു നീല ബാനർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഏറ്റവും ഇങ്ങേറ്റത്ത് ഏറ്റവും താഴെ നെറ്റ്വർക്ക് ആക്സസ് എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യാം. അവിടെ ആഡ് IP അഡ്രസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം അലോ ആക്സസ് ഫ്രം എനിവെയർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം കൺഫേം എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം. ആദ്യം ഇനാക്റ്റീവ് എന്നായിരിക്കും കാണിക്കുന്നത്, പിന്നീട് പെൻഡിങ് എന്ന് കാണിക്കും, പിന്നെ ആക്റ്റീവ് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് തിരിച്ച് വീണ്ടും നമ്മുടെ ഡേറ്റാബേസസ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് വരാം. ഇനി നിങ്ങൾ കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ എഴുതിയിട്ടുണ്ട് ന്യൂ ക്ലസ്റ്റേഴ്സ് ടേക്ക് ബിറ്റ്വീൻ 1 to 3 minutes ടു പ്രൊവിഷൻ. ഒരു 3 മിനിറ്റ് വരെ മാക്സിമം ഇരിക്കും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കുറച്ച് നേരത്തെ ഏകദേശം ഒരു മിനിറ്റിനടുത്ത കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു ഡേറ്റാബേസ് ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഇപ്പോൾ നെറ്റ്വർക്ക് ആക്സസ് നോക്കി കഴിഞ്ഞാൽ അവിടെ ആക്റ്റീവ് എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഡേറ്റാബേസ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് തിരിച്ചു വരാം. അവിടെ വന്നതിന് ശേഷം കണക്റ്റ് എന്നുള്ള ആ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനായിട്ട് പറയും. നിങ്ങൾ ഒരേ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പിന്നീട് നിങ്ങളത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ Ruby01 എന്നാണ് രണ്ടും പാസ്വേഡ് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ഡേറ്റാബേസ് യൂസർ എന്നുള്ള ആ ഒരു ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. ചൂസ് എ കണക്ഷൻ മെത്തേഡ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഏറ്റവും നടുക്കത്തെ കണക്ട് യുവർ ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഡ്രൈവർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തതിനു ശേഷം പൈത്തൺ എന്നാക്കി മാറ്റുക. അതിനുശേഷം വെർഷൻ എന്ന് പറയുന്നത് 3.6 ഓർ ലേറ്റർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ഇങ്ങേറ്റത്തെ ഈ താഴത്തെ കോഡ് ഒന്ന് കോപ്പി ചെയ്യുക. അതിനുവേണ്ടി ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പച്ച കളർ കാണിക്കും. അതായത് ആ ഒരു സംഭവം കോപ്പി ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ആ ഒരു ഹെറോക്കുവിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഡേറ്റാബേസ് URL എന്ന് പറയുന്ന ഭാഗത്ത് പേസ്റ്റ് ചെയ്യുക. നമ്മൾ മുമ്പേ കോപ്പി ചെയ്തെടുത്ത സാധനം. അതിനുശേഷം ഏറ്റവും ഇങ്ങേറ്റത്ത് വന്നതിന് ശേഷം ഇവിടെ പാസ്വേഡ് എന്ന് കാണുന്ന ഭാഗം ആ ഒരു സ്ക്വയർ ബ്രാക്കറ്റും കൂടി ഒരുമിച്ച് കളഞ്ഞതിന് ശേഷം നമ്മുടെ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യുക.
ഇനിയാണ് ഹെറോക്കു API കീ എന്ന് പറയുന്നത്. നമ്മുടെ ബോർഡിൽ കൂടെ തന്നെ നമ്മുടെ ഡൈനോയുടെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഹെറോക്കു API കീ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കാണണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നോൺ എന്ന് തന്നെ ഇട്ടാൽ മതി. പക്ഷേ കാണണമെന്നുണ്ടെങ്കിൽ ഹെറോക്കു API കീ എന്ന് പറയുന്ന ലിങ്കിൻ്റെ അവിടെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കി ഇടുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹെറോക്കുവിൻ്റെ സെറ്റിങ്സിൽ കയറി നോക്കിയാലും മതി. 2-3 തന്നെയാണ്. ഇതാണ് ഹെറോക്കു സെറ്റിങ്സ്. ഇതിന് ഏറ്റവും താഴെ വന്നതിന് ശേഷം API കീ എന്നൊരു ഭാഗമുണ്ട്. അവിടെ റിവീൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത ശേഷം ആ ഒരു API കീ ഫുള്ളൊന്ന് കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, മൊത്തം ഒന്ന് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം തിരിച്ച് നമ്മുടെ ആ ഒരു പേജിൽ വന്നതിന് ശേഷം ഹെറോക്കു API കീ എന്ന് പറഞ്ഞ ഭാഗത്ത് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ സേവ് യൂസർ എന്ന് ചോദിക്കുന്നുണ്ട്. യൂസർ ഡീറ്റെയിൽസ് സേവ് ചെയ്യണമെന്ന്. അപ്പോൾ ഫിൽറ്ററിങ് കപ്പാസിറ്റി കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ എസ് എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നോ എന്ന് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അടുത്താണ് ബോട്ട് ടോക്കൺ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ബോട്ട് ഫാദറിലേക്ക് പോകാം. ബോട്ട് ഫാദറിൽ പോയതിനു ശേഷം സ്റ്റാർട്ട് കൊടുക്കാം. ഇതാണ് എൻ്റെ യൂസർ നെയിം ബോട്ട് ഫാദർ. ബോട്ട് ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് പ്രശ്നമില്ല, അല്ലാത്തവർ ശ്രദ്ധിക്കുക. ക്രിയേറ്റ് എ ന്യൂ ബോട്ട് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം അവിടെ ആ ഒരു ബോട്ടിനൊരു പേര് കൊടുക്കുക. അതായിരിക്കും നിങ്ങളുടെ ബോട്ടിൻ്റെ പേരായിട്ട് കാണാനായിട്ട് സാധിക്കാം. പേര് കൊടുക്കാം. അതിനുശേഷം അതിനൊരു ലിങ്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ റൂബി ബോട്ട് എന്ന് കൊടുക്കുകയാണ്. ആ ഒരു ലിങ്ക് വേറെ ആരും എടുത്തിട്ടുണ്ട്. സോ ഞാൻ ആ ഒരു ലിങ്ക് മാറ്റി വേറെ ലിങ്ക് കൊടുക്കുകയാണ്. റൂബി എക്സ്വൈസ്ഡ് ബോട്ട് എന്ന് കൊടുത്തു. ഇപ്പോൾ ആ ഒരു ബോട്ട് ആരും എടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആ ഒരു ബോട്ട് കിട്ടി. ആ ഒരു ബോട്ടിൻ്റെ ടോക്കൺ കോപ്പി ചെയ്യാം. നിങ്ങൾക്ക് പഴയ ബോട്ടാണെങ്കിൽ പോലും ആ ഒരു ബോട്ടിൻ്റെ ടോക്കൺ മാത്രം മതി. ഇതാണ് അതിൻ്റെ ടോക്കൺ. അതൊന്ന് കോപ്പി ചെയ്ത് എടുക്കുക. അതിനുശേഷം ഇവിടെ തിരിച്ച് വന്നതിന് ശേഷം TG ബോട്ട് ടോക്കൺ എന്ന് പറയുന്നിടത്ത് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഡിപ്ലോയ് ആപ്പ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളതൊന്ന് ഡിപ്ലോയ് ആകാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. A few moments later. അങ്ങനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മാനേജ് ആപ്പ് എന്ന് കൊടുക്കുക. അപ്പോൾ അത് എനിക്ക് കാണിക്കാൻ പറ്റില്ല, അപ്പോൾ അതിന് ക്ഷമിക്കുക. ജസ്റ്റ് ഏറ്റവും താഴെ മാനേജ് ആപ്പ് എന്നുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ മാനേജ് ആപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്കായിരിക്കും പോവുക. അവിടെ ഈ ഒരു കുറേ ബോർഡർ കൊടുത്തിരിക്കുന്നതിൽ രണ്ടാമത്തെ സാധനം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിവിടെ എഡിറ്റ് കൊടുത്തതിന് ശേഷം ഡിസേബിൾ ആക്കിയിട്ട് കൺഫേം കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും എഡിറ്റ് കൊടുത്തിട്ട് അത് വീണ്ടും ഓൺ ആക്കിയിട്ട് കൺഫേം എന്നുള്ള ബട്ടൺ കൊടുക്കുക. അതിനുശേഷം മോർ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യൂ ലോഗ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെയാണ് നമ്മുടെ ബോട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ലോഗ് എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഇപ്പോൾ ഇവിടെ ആ കുഴപ്പങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ആ ഒരു ബോട്ട് വർക്കാവും എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ എന്താണ് തെറ്റിയതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ആ ഒരു ബോട്ട് ഫാദറിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ബോട്ട് എടുക്കുക. ബോട്ട് എടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വളരെ സക്സസ് ആയിട്ട് തന്നെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോട്ടിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, എന്തൊക്കെ മറ്റേ ഭാഗങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബോർഡിനകത്തും ID എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, അത് കണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹെറോക്കുവിൻ്റെ സ്റ്റാറ്റസ്, ഡൈനോ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് ഇവിടെ കാണിക്കും. കണ്ടോ, ഒരു ഫിൽറ്റർ പോലും നമ്മുടെ ചാറ്റിലില്ല. അതുപോലെ തന്നെ ഡൈനോ അവേഴ്സ് ഫുള്ള് എനിക്ക് ഇതിനകത്ത് കിടപ്പുണ്ട്. കാരണം ഇന്ന് 1-ാം തീയതിയാണല്ലോ, അതുകൊണ്ട് ഡൈനോ അവേഴ്സ് ഫുള്ളും ഉണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ബോട്ട് ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇതൊന്നും ജസ്റ്റ് ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ടെസ്റ്റ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അഡ്മിനായിട്ട് ഈ ഒരു ബോട്ടിനെ മാറ്റുക. അതിനുവേണ്ടി ഇവിടെ ഷെയർ ചെയ്തതിന് ശേഷം നമ്മുടെ റൂബി XYZ ബോർഡിനെ അങ്ങോട്ട് അവിടെ അഡ്മിനാക്കി മാറ്റുക. ടിക്ക് മാർക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു അഡ്മിൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ അഡ്മിൻ ആക്കിയതിന് ശേഷം ബോട്ട് ഫാദറിൽ വന്നിട്ട് എഡിറ്റ് യുവർ ബോട്ട്സ് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബോട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം ബോട്ട് സെറ്റിങ്സ് എടുക്കുക. അലോ ഗ്രൂപ്പ്സ് എന്നുള്ള ഭാഗം ഓഫ് ആക്കി ഇടുക. വേറെ ആരും നമ്മുടെ ഫിൽറ്റർ ബോട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ റൂബി ബോട്ട് കണക്ട് ചെയ്യുമ്പോൾ ടെസ്റ്റ് ഗ്രൂപ്പിൽ കയറിയതിന് ശേഷം /connect എന്ന് സെൻഡ് ചെയ്യാം. അങ്ങനെ കണക്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ബോട്ട് നമുക്ക് റിപ്ലൈ തരും, സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു ടെസ്റ്റ് ഗ്രൂപ്പ് എന്നും പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ റൂബി ബോട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ കണക്റ്റഡ് ടു ടെസ്റ്റ് ഗ്രൂപ്പ് എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഫിൽറ്റർ ആഡ് ചെയ്ത് നോക്കാം. ആഡ് ടെസ്റ്റ് സക്സസ്, അതായത് ടെസ്റ്റ് എന്ന് അയക്കുമ്പോൾ സക്സസ് എന്ന് ബോട്ട് എനിക്ക് റിപ്ലൈ തരണം. ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഫിൽറ്ററുകൾ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നിർബന്ധമായിട്ടും ആ വീഡിയോ കാണുക. അതിനോട് ജസ്റ്റ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫിൽറ്റർ ഇവിടെ സെൻഡ് ചെയ്യണം. ആ ഒരു ഫിൽറ്റർ അവിടെ സേവ് ആയിട്ടുണ്ട്, അത് കാണിച്ചു.
നമ്മുടെ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ടെസ്റ്റ് എന്ന് ഞാൻ സെൻഡ് ചെയ്യണം. ഇപ്പോൾ സക്സസ് എന്ന് ബോട്ട് റിപ്ലൈ തന്നിട്ടുണ്ട്. ഒരു ലാഗും ഇല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര ഏകദേശം അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ഫിൽറ്ററുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഒരു തരി ലാഗ് പോലും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ബോട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ വളരെ സിമ്പിളായിട്ട് റൂബി ബോട്ട് എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു ഫിൽറ്റർ ബോട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്ന ഒരു ഫിൽറ്റർ ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റ് ആക്കി ജസ്റ്റ് ഫിൽറ്ററിങ് തുടങ്ങാൻ നല്ല ഫിൽറ്റർ നിങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടി ഇടുക. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ബോട്ട് വർക്കായില്ലെങ്കിൽ നേരെ പോയി ആ ഹെറോ ക്യൂവിൽ ഞാൻ പറഞ്ഞ ലോഗ് എടുത്ത് നോക്കുക. അവിടെ അറിയാം നിങ്ങൾക്ക് എന്താണ് മിസ്റ്റേക്ക് പറ്റിയത്, എന്താണ് അവിടെ പറ്റിയതെന്നൊക്കെ കാണിക്കാം. ക്രാഷ്ഡ് എന്നൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ ആ ഒരു ബോട്ട് ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ വേറെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പലതരം മിസ്റ്റേക്കുകളും വരാൻ, പക്ഷേ അതൊന്നും പ്രശ്നമില്ല. ഒന്നിൽ കൂടുതൽ തവണ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ശരിയാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വെക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.